ഹലോ മച്ചാമായ പ്രോ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു CS ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കിന്നൊരു 13 CS കളിക്കണം എനിക്കിന്ന് തന്നെ ഇപ്പം. കാരണം എനിക്കൊരു 13 CS കളിച്ചാലേ എനിക്കിന്ന് ഹീറോയ്ക്ക് ഇങ്ങനെ ഒന്ന് അടിക്കാൻ പറ്റുള്ളൂ. നിങ്ങളല്ലേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം മച്ചാമാരെ. ഞാൻ അക്ഷയ കേസ് എൻ്റെ നമ്പർ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഇടുന്നതായിരിക്കും. എനിക്കങ്ങനെ ഇടണം താല്പര്യമില്ല. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഇടും. നിങ്ങൾ എന്ത് കമൻറ്റ് ഇട്ടോ മച്ചാമാരെ, ഫ്രീ ഫയറിൽ എന്ത് ഗെയിം കിട്ടുമോ ഞാൻ കളിക്കും, എന്ത് ടാസ്ക് കിട്ടുമോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഫ്രീ ഫയറിലല്ല എന്ത് ഗെയിമിലും എനിക്കറിയാമെന്നുള്ളത് ഗെയിമൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്കറിഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത ഗെയിം എങ്ങനെ കളിക്കണമെന്നൊക്കെ ചോദിച്ചെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങളെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഉറപ്പാണ് നിങ്ങൾ എന്തും ചെയ്യും. എനിക്കല്ലേ കിട്ടിയത് കേട്ടാ, ആ പരിപാടി എനിക്കല്ല. അതെനിക്ക് കിട്ടിയില്ല മച്ചവരെ, ഭാഗ്യത്തിന് നെറ്റ് എനിക്ക് കിട്ടിയില്ല. ആ സർക്കിളിൻ്റെ അകത്ത് അവൻ നിന്നുകൊണ്ട് അവനെ നെറ്റ് കിട്ടിയോളൂ. ഇവിടെ കില്ല് കുമ്മണോടാ അവൻ, കില്ലൊന്നും തരാണല്ലോ. അവൻ 2 കില്ലിൻ്റെ അടുത്ത് ഇവൻ്റെ നോക്ക് കില്ലെടുത്ത് കൊടുക്കാം അവനെങ്കിൽ. കില്ലിനും കിട്ടിയിട്ടില്ല. ഭ്രാന്തരി ഭ്രാന്തായാൽ ഇങ്ങനെ വേണം ഭ്രാന്തായ വെറുതെ ഡിമിട്രി ഇട്ടടാ. വെറുതെ എൻ്റെ കില്ല് കൂടോ നീയൊക്കെ മുടിഞ്ഞു പോവും. എനിക്ക് സ്കിൻ കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ഓടിയേ. അപ്പം കറക്റ്റ് കിട്ടിയ പോയപ്പോൾ തന്നെ കിട്ടിയല്ല. അവന് പിന്നെ ഇപ്പം ഇവൻ്റെ എംഫാണ് അപ്പാണ് ഓർമ്മത്തത് ഈ കളിയിൽ എംഫാണ് ഇല്ലെന്ന്. പിന്നെ ഓടിപ്പോയി മറ്റവൻ്റെ സ്കിൻ എടുക്കുക. നോക്കണം, ഫസ്റ്റ് കളി തന്നെ എനിക്ക് ഇത്രയും വാങ്ങിക്കാൻ പറ്റുന്നത്. ഞാൻ തോമസം ബൈ ചെയ്തില്ല പക്ഷേ അവൻ ബൈൻ്റെ ബട്ടൺ കൊടുത്തപ്പോൾ ബൈ ആയില്ല. ഫസ്റ്റ് കളി തന്നെ ഇത്രയൊക്കെ എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നു. ഒരു കില്ല് പോലും എടുക്കാത്ത എനിക്ക് വെറും 590 ഡാമേജ് കൊടുത്താൽ ഡാമേജ് കൂടുതൽ എനിക്കാണ്. പക്ഷേ ഞാൻ തേർഡാണ്, അത്രയേ ഉള്ളൂ. ഹാക്കർ ഷിബു, ഹാക്കർ കുട്ടപ്പൻ ചേട്ടൻ എവിടെ നിന്നിട്ട് അടിക്കുന്ന ഹേക്കറാടാ. ഹേക്കറുണ്ടോ? അതാണോ ഹാക്കറാണോ വെച്ചാൽ അത് കണ്ട. അത് ഇവിടെ നിയമന്മാർ അടിക്കണമെന്നിട്ട് പോലും മനസ്സിലാവുന്നില്ല. ഈ ഗ്ലൂകൾ പൊട്ടുകയാണെങ്കിൽ ഇപ്പോൾ എന്തിനെയൊക്കെ കൊല്ലുന്നു. ഇതിനെ എല്ലായിടത്തിനും ഇപ്പം തീർത്തളേ. അവിടെ ഒരുത്ത് നോക്കായി വീണ്ടും കണ്ട എവിടെ നിങ്ങൾ ഡാമേജ് കൊടുക്കണേന്ന് തോന്നുമാർക്കൊക്കെ. ിവന്മാരെ കണ്ട നോക്കി ഇപ്പം എല്ലായിടവും പോയി ചാവും. ഓപ്പണി ഒരുത്തനെങ്കിലും കയറിക്കാനും ചാവും. കണ്ടിപ്പം ഇപ്പം ഇവ നോക്കാവും. പക്ഷേ ലക്കിന് നോക്ക വരൂ. എടാ അവൻ തോണ്ട ഇവനെ കാണാൻ ഇവനല്ല. ഒരുത്ത വീടിൻ്റെ മുകളിൽ ഒരുത്ത മതിലിൻ്റെ അവിടെ നിൽക്കണം മച്ചമ്മനെ. ഇവൻ്റെ കളിയിൽ നോക്കിയാൽ ചിലപ്പോൾ മതിലിൻ്റെ അവിടെ നിൽക്കണവനെ കാണാൻ പറ്റുമായിരിക്കും. ആ മതിലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഇപ്പുറത്തെ മതിലിൻ്റെ എന്തോ നിൽക്കുകയായിരുന്നു ആദ്യം തന്നെ. ഇപ്പം ചൂണ്ടിക്കാണിച്ച മതിലിൻ്റെ അപ്പുറത്തൊരു മതിലുണ്ടായിരുന്നു, അവിടെ നിൽക്കുകയായിരുന്നു ഒരുത്തൻ. ആ ഒരുത്തനായിരുന്നു ഇപ്പം ഇവിടെ നിന്ന് കാച്ചിക്കൊണ്ടിരുന്നത്. പിന്നെ മറ്റേ വീട്ടിൻ്റെ മണ്ടാലി നടിക്കണില്ല, അതുപോലും കാച്ചിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഓഗിട്ട് കളിച്ചിട്ട് കുറേ ദിവസങ്ങളായി മച്ചാന്മാരെ. ഇന്നത്തെ നമ്മളെ പരിപാടി ഓഗ് കളി. മച്ചന്മാരെ പറഞ്ഞിപ്പോൾ ഓഗ് കളി എന്ന് പറയാൻ വേണ്ടി ഓഗ് മച്ചാന്മാരെ ഞാൻ പറയണം. ഞാൻ ഒളിച്ചിരുന്ന് കളിക്കാൻ പോകണം മച്ചന്മാരെ, അല്ലെങ്കിൽ ആദ്യമേ പോയി ചത്ത് തോക്ക് കളയേണ്ടി വരും. എൻ്റെ വീട്ടിൽ തോക്കോ 6 മാസം ലൂട്ട് 6 മാസം ഒന്നും ഇല്ല പിന്നെ ഇനി കളയാൻ. നിങ്ങൾ വിചാരിക്കും അപ്പുറത്തുള്ള കയറാത്തത് ഇപ്പുറത്തുള്ള കയറണേ എളുപ്പമുള്ളതല്ലേ. കാരണം എന്തെന്ന് വെച്ചാലേ എൻ്റെ തലയിൽ കിളി പോയിരിക്കണം. കാരണം ഞാൻ ഇവിടെ ചിലരുണ്ടെന്ന് പറഞ്ഞ് വന്നേക്കണം വെച്ചാൽ നോക്ക് ഹാക്കർ പ്രഭു ഹാക്കർ. താഴെ കളിക്കാം, കളിച്ചാൽ ജയിക്കാം, നോക്കാം. എല്ലാവരും വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ മിണ്ടാതെ ഇരിക്കുകയൊക്കെ ചെയ്യും കളിക്ക്. ഡാ എവിടെ നിന്നാണ് അടിച്ച്? എവിടുന്നടാ? എവിടെ നിന്നാണ് എന്നെ അടിക്കണേ? അവിടെ നിന്നാണ് അടിക്കുന്നത്. ആളാണ് ഇത്. ഇതാണ്ട തിയേറ്റർ. ഓ ഊപ്പു എൻ്റെ പൊന്നോന് പോളിന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഒരു കിലോ എടുക്കാതെ എനിക്ക് കളിക്കാൻ പറ്റുന്നു. എനിക്ക് ആവുമ്പോൾ എവിടെ നിന്നൊക്കെ ഒളിച്ചിരുന്ന് തന്നെ എന്നെ എവിടെ നിന്നൊക്കെ കൊല്ലണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമായിരിക്കും. എന്നെ എവിടെ കൊല്ലണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അമ്മ ഏതൊക്കെ മൂലയിൽ നിന്നാണ് കളിക്കുന്നത്. താങ്കു മച്ചാനെ തോമസ് തോമസ് എടുക്കാൻ പൈസ ഇല്ലല്ലോ, ഇനി എന്തിനു ആലോചിച്ചിരിക്കുന്നു. താങ്ക് യു തോമസിൻ്റെ ബുള്ളറ്റൊക്കെ എനിക്കിപ്പോൾ കിട്ടിക്കോളും. വരി കിട്ടിക്കണ്ട. എൻ്റെ ഇല്ലാത്ത ബുള്ളറ്റ് എനിക്ക് തോമസിന് കിട്ടിയതുണ്ടോ? തോമസ് സൻ കയറി ചെല്ലല്ലേ പെണ്ണുമ്പിള്ള, പോയി ചാവാനാണ്. അവന്മാർ പറന്നൊക്കെ വന്ന് അടിക്കും. ഗരുഡൻ സിനിമയിലെ ഗരുഡനില്ല, കുറേ പച്ചക്കിളികൾ പറക്കും. പച്ചക്കിളികൾ പൂവോളും പൂവകിളികൾ പറക്കാളും. അതിൽ വന്ന് പൊക്കടനെ ഇവിടെ മൂലയിൽ നിൽക്കാം. പൊക്ക് ഒരെണ്ണം കാണും ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി നിൽക്കുമോ അവന്മാർക്കൊക്കെ. ആ നീലയ്ക്കൊന്നും അത് പൊക്കിക്കൂടിയായിരുന്നോ? നീലക്ക് ഞാൻ റിപ്പോർട്ട് തരും. നീ ഏവനാട്ടാ ഈ കളി തോറ്റിട്ട് നമ്മൾ തോറ്റ് കളി തോറ്റ് ഇല്ല ജയിച്ച് നമ്മൾ കളിച്ച് ഇപ്പം ജയിക്കും. നോക്കിയോ നമ്മൾ കളി ജയിച്ചു. വെഞ്ചത്താൽ ജയിക്കാനില്ല. പെട്ടെന്ന് കളിക്കടേ. ോമാരെയൊക്കെ വെച്ചിരിക്കോളം. കളി തോറ്റ് ഉറപ്പിച്ചു. അവൻ കുറച്ച് പോകണം. അവരുടെ അവൻ മാത്രമാണ് പ്രോ. അവൻ ചത്ത വേണമെങ്കിൽ കളിച്ചേക്കും കുറച്ച് സാധ്യത കൂടുതലാണ്. ഇപ്പൊ അവന്മാരെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരും. നോക്കിക്കോ, ഉച്ചത്ത് കളി തോറ്റ്. നമ്മളിപ്പോ ഒരു എനിമിയുടെ അണ്ണാക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ കുത്തിയിരിക്കും. ഇവന്മാരെ കടിയുണ്ടാക്കട്ടെ. സഹായം മണി. ഞാൻ സഹായിക്കുന്നില്ല. താങ്കു പറയുക. ഞാൻ സഹായിച്ച ഇപ്പം പ്രശ്നമായി. ഇവന്മാർക്കൊക്കെ സകാശ കൊട്ടേഷനാണ്. സഹായിച്ചാൽ ഇവൻ്റെ കൂടെ പോവാം മച്ചന്മാരെ. നമുക്ക് ഇവൻ്റെ കൂടെ പോയിട്ട് ഇവൻ്റെ കൂടെ പോകണത് നല്ലതാണ് വഴി. ഇവൻ്റെ കൂടെ പോകാൻ ഉദ്ദേശിക്കുന്ന വഴി ആ നോക്കിന് കില്ലെടുത്താടാ. നോക്കതാടാ. എനിക്ക് ഒരു നോക്കിട്ടിട്ടുണ്ട്. എനിക്ക് ഞാനൊരു നോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കിട്ടിയാലും മതി തിരികെ. കളി ജയിച്ചു മച്ചാന്മാരെ. നമ്മളങ്ങനെ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.